ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തമ്മ എന്ന ഹിന്ദി ചിത്രത്തിന്റെ കഥയാണ്. ഈ ചിത്രത്തിന്റെ വൺ ലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായകൻ വേതാളങ്ങളുള്ള കാട്ടിൽ അകപ്പെടുകയും പിന്നീട് അവിടുത്തെ ഒരു വേതാള പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും നാട്ടിലേക്ക് വരികയും പിന്നീട് നടക്കുന്ന തുടർ സംഭവങ്ങളുമാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. സോ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. അലക്സാണ്ടറും പടയാളികളും കൂടെ കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വഴികാട്ടിയുണ്ട് അവർക്ക്. പെട്ടെന്ന് അവിടെ എന്തോ അമാനുഷികമായ ശക്തി ഉണ്ടെന്ന് അയാൾക്ക് ഫീൽ ചെയ്യുന്നു. ആളുകളൊക്കെ സ്പീഡിൽ ഓടുകയും അതുപോലെ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നെന്ന് ആ വഴികാട്ടി പറയുന്നുണ്ട്. പിന്നീട് കഥ പ്രസന്റിലേക്ക് വരുന്നു. നായകനായ അലോക് ഒരു ജേർണലിസ്റ്റ് ആണ്. അവന് പ്രേതം, ആത്മാവ് അതിനെപ്പറ്റിയൊക്കെ ഷോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനായിട്ട് അവൻ ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്. അവനും അവന്റെ രണ്ട് സുഹൃത്തുക്കളും കൂടി ഒരു കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവരെ ഒരു കരടി അറ്റാക്ക് ചെയ്യുന്നു. ഫ്രണ്ട്സ് ഒക്കെ ദൂരേക്ക് ഓടിപ്പോകുന്നു. അവൻ പെട്ടെന്ന് പേടിച്ച് ആ കാടിനുള്ളിലേക്ക് ഓടിക്കയറുന്നുണ്ട്. അവൻ പേടിച്ച് കാട്ടിനുള്ളിൽ അകപ്പെട്ട് ഓടി ദൂരത്തേക്ക് പോകുന്നുണ്ട്. അവസാനം ഉരുണ്ട് അവൻ ഒരു സ്ഥലത്ത് പോയി വീഴുന്നുണ്ട്. അപ്പോഴും ആ കരടി അവന്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. കരടിയെ പേടിച്ച് അവൻ കുറെ വേരുകൾക്കിടയിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴും ആ കരടി അവനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽപ്പുണ്ട്. അവൻ ആ ഉരുണ്ട് കയറി വന്ന ക്ഷീണത്താൽ അവിടെ മയങ്ങി വീഴുന്നു. ആ ടൈമിൽ ഒരു പെൺകുട്ടി വന്ന് ആ കരടിയെ ഓടിച്ച് അവനെ രക്ഷിക്കുകയാണ്. അവളുടെ പേര് താടക എന്നാണ്. അവൾ അവനെ മടിയിലിരുത്തി അവന്റെ ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ അവനെ അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വിമാനത്തിലേക്ക് കൊണ്ടുപോയി അവന് ബോധം വരുന്നവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. ബോധം വന്നു കഴിയുമ്പോൾ ആലോക് വിചാരിക്കുന്നത് അവൾ കാട്ടിലുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ്. പക്ഷേ ശരിക്കും അവൾ ഒരു വേതാളമായിരുന്നു. അവൾക്ക് അവനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെ ഹൃദയമിടിപ്പായിരുന്നു. കാരണം വേതാളങ്ങൾക്ക് ഹൃദയമില്ല. അവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവന് വിശക്കാൻ തുടങ്ങുന്നുണ്ട്. അവന്റെ വിശപ്പ് മനസ്സിലാക്കി താടക അവന് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട്. താടക ആലോകിനെ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കഴിക്കുന്ന ആളല്ല. അവളൊരു വേതാളമായതുകൊണ്ട് തന്നെ അവൾക്ക് ചോരയാണ് പ്രധാന ഭക്ഷണം. അവൾ കാട്ടിലെ മൃഗങ്ങളുടെ ചോര കുടിച്ചാണ് അവിടെ ജീവിച്ചു പോന്നിരുന്നത്. പിന്നീട് കാണിക്കുന്നത് വേതാളക്കോട്ടയാണ്. അവിടെ വേതാളങ്ങളുടെ തലവനായ തമ്മയെ ഒരു ഗുഹയ്ക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അയാൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് മൃഗങ്ങളെയൊക്കെ മറ്റു ആളുകൾ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ രക്തം വേണം എന്ന് പറഞ്ഞ് അയാൾ ആ ഗുഹയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആലോകിനെയും താടകയുമാണ്. അവർ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒത്തിരി അടുത്തിരുന്നു. അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവളൊരു മനുഷ്യനല്ല, വേതാളമാണെന്ന്. പക്ഷേ ഇതൊന്നും ആലോകിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പറയും, നീ ഒരു മാലാഖയാണ്, നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയം ആലോകും താടകയും സംസാരിച്ച് അവർക്കുള്ളിൽ ഒരു ഇഷ്ടം വരുന്നുണ്ട്. അങ്ങനെ അവർ കിസ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമില് നമ്മുടെ താടകയുടെ പല്ലുകൾ വെളിയിലേക്ക് വരുന്നു. കാരണം അവളുടെ കണ്ണുകൾ പോകുന്നത് ആലോകിന്റെ കഴുത്തിലെ ഞരമ്പിലെയാണ്. ആ ചോരയോടുള്ള ദാഹം കാരണമാണ് അവളുടെ ദംഷ്ട്രകൾ വെളിയിലേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. ഈ ടൈമില് ആലോക് വഴിതെറ്റിയിട്ട് ബാക്കിയുള്ള വേതാളങ്ങളുടെ കയ്യിൽ ചെന്ന് പെടുന്നുണ്ട്. അവർ അവനെ വേതാള കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. താടക അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അവൻ വഴിതെറ്റി കാട്ടിൽ വന്നതാണ്, അവനെ രക്ഷിച്ച് തിരിച്ച് നാട്ടിലേക്ക് വിടുന്നത് എന്റെ കടമയാണ്, അവനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ. പക്ഷെ ആ വേതാളക്കൂട്ടങ്ങൾ അതൊന്നും കേട്ടില്ല. അവർ ആലോകിനെ രക്ഷാസനം കടന്ന് ആ ഗുഹയിലേക്ക് അയക്കുകയാണ്. ആ ഗുഹയിൽ രക്ഷാസനെ ചങ്ങല കിട്ടുകൊണ്ട് തന്നെ അയാൾക്ക് ആലോകിനെ ആക്രമിക്കാൻ പറ്റുന്നില്ല. മനുഷ്യന്റെ മണം സഹിക്കാൻ വയ്യാതെ രക്തത്തോടുള്ള ആക്രാന്തം കാരണം അയാൾ ആലോകിനെ ആക്രമിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ആ ടൈമില് താടക അവിടെ വന്ന് ആലോകിനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ താടക ആലോകിനെ കൊണ്ട് ഒരു മലയുടെ മുകളിൽ വന്നിട്ട്, ഇവിടെ നിന്ന് പോകുന്ന വണ്ടിയിലേക്ക് നീ ചാടിയാൽ മതി, നിനക്ക് നിന്റെ നാട്ടിലേക്ക് എത്താമെന്ന് പറയുന്നു. പക്ഷെ ആലോകിന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവൻ താടകയോട് നല്ല സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെ വിട്ടിട്ട് പോകുന്നതും അവനെ കൊണ്ട് കഴിയുമായിരുന്നില്ല. സോ അവനിങ്ങനെ ചാടാൻ നിൽക്കുന്ന കണ്ടിട്ട് മറ്റു വേതാളങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അവനെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താടക ആലോകിനെ കൊണ്ട് അവിടെ വരുന്ന വണ്ടിയിലേക്ക് എടുത്ത് ചാടുകയാണ്. ആലോകിന് അവളെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾക്കിണങ്ങുന്ന കുറെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുത്ത് അവളെ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം ആലോക് കാട്ടിൽപ്പെട്ട് മരിച്ചുപോയി എന്ന് കരുതിയിട്ട് അവന്റെ അവസാന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടുകാർ. ആ ടൈമിലാണ് ആലോക് നമ്മുടെ താടകയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവനെ കണ്ടതും വീട്ടുകാർക്കൊക്കെ നല്ല ആശ്വാസമാകുന്നുണ്ട്. ഈ പെൺകുട്ടിയാണ് തന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ട് താടകയെ അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. താടക എന്ന പേരിലല്ല, താരക എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത്. ആ പെൺകുട്ടി എന്തിനാണ് കൂടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അവളെ അവരുടെ വീട്ടുകാർ ഒരു വയസ്സായ ആളുമായി കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ സഹായിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെ അവളുടെ അമ്മയും അച്ഛനും എല്ലാം അവനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛന് താരകയെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താരകയ്ക്ക് അവരുടെ ഫുഡ്സ് ഒന്നും ഇഷ്ടപ്പെടില്ല. അവൾക്ക് ചോരയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ ടൈമിൽ താടക ആലോകിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇതിനാണ് നിന്റെ വീട്ടുകാരോട് കള്ളം പറഞ്ഞതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, കുറച്ച് കള്ളങ്ങളൊക്കെ പറയുന്നത് നല്ലതിനാണെന്ന്. പക്ഷെ താടക പറയുന്നു, ഞങ്ങൾ വേതാളങ്ങൾ ഒരിക്കലും കള്ളം പറയാറില്ല എന്ന്. അങ്ങനെ അവരൊന്ന് സംസാരിച്ച് കിസ് ചെയ്യാൻ ടൈം ആവുമ്പോൾ വീണ്ടും നമ്മുടെ താടകയുടെ വായിൽ നിന്ന് ആ ദംശ്രമണങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് മാറുകയാണ്. പിന്നീട് കാണിക്കുന്നത് രക്ഷാസനെയാണ്. അയാൾ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം അയാളുടെ മുന്നിൽ വന്ന മനുഷ്യൻ രക്ഷപ്പെട്ടല്ലോ. സോ അനുയായിയോട് പറയും എങ്ങനെയെങ്കിലും ആലോകിനെ ഇവിടെ പിടിച്ചുകൊണ്ട് വരണമെന്ന്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ ആലോകിന്റെ അച്ഛൻ അടുക്കളയിൽ വെള്ളം കുടിക്കാനായി വരും. ആ ടൈമിൽ താടക ഓരോ മരത്തിന് മുകളിൽ ഇങ്ങനെ ചാടി നടക്കുന്നത് അയാൾ കാണുന്നുണ്ട്. അയാൾ പെട്ടെന്ന് പേടിച്ചിട്ട് ഭാര്യയെ പോയി വിളിക്കുന്നു. പക്ഷെ അവർ പറയും, നിങ്ങൾ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. അയാളും അവരോടെ തന്നെ പേടിച്ച് കിടന്നുറങ്ങുന്നു.
പിന്നീട് ആലോക് ഉറക്കമുണരുമ്പോൾ താടകയെ കാണുന്നില്ല. അവൻ ജനലിൽ നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ പട്ടിക്കുട്ടിയെ കയ്യിൽ പിടിച്ച് അവരുടെ വീടിന് പുറകിലേക്ക് പോകുന്ന താടകയെ അവൻ കാണും. അവൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ താടക അതിന്റെ ചോര കുടിക്കാനായി ഒരുങ്ങുകയായിരുന്നു. അവൻ പെട്ടെന്ന് വന്ന് ചോദിക്കും, നീ ഇതിനെ കഴിക്കാൻ പോവുകയാണോ? നീ കാട്ടിൽ ജീവിക്കുന്ന പോലൊന്നും ഇവിടെ കാണിക്കില്ലേ? നിനക്ക് നോൺ വെജ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചുതരാമെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും അവന് മനസ്സിലാവുന്നില്ല താടക അതിന്റെ ചോര കുടിക്കാൻ പോയതാണെന്ന്. അങ്ങനെ ആലോക് താടകയെ കൊണ്ട് ഒരു പാർട്ടിയിലേക്ക് പോവുകയാണ്. അവിടെ ഒത്തിരി നോൺ വെജും വൈനും ഒക്കെ ഉണ്ടായിരുന്നു. ചുമന്ന നിറത്തിലുള്ള വൈൻ കാണുമ്പോൾ അവൾ വിചാരിക്കും അതെല്ലാം ബ്ലഡ് ആണെന്ന്. അത് കരുതി അവൾ അതെല്ലാം എടുത്ത് കുടിച്ച് ലഹരി പിടിച്ച് അവിടെ കുറെ പയ്യന്മാരുടെ ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷെ അവന്മാരുടെ നോട്ടം ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ആലോക പെട്ടെന്ന് അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായി ശ്രമിക്കുന്നു. പോകുന്ന വഴിക്ക് ആ പയ്യന്മാർ പുറകിന് വന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആലോക ഇതൊക്കെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവന്മാർ ആലോകിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇത് കണ്ട് ദേഷ്യപ്പെട്ട താടക പുറത്തിറങ്ങി അവളുടെ ശരിക്കുള്ള രൂപമെടുത്ത് അവന്മാരെയെല്ലാം ആക്രമിക്കുന്നു. ഇത് കണ്ട് ആലോകിന്റെ കിളി പോയി. അവളെ ആ രൂപത്തിൽ കണ്ട ആലോക് പേടിച്ച് പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ അടുത്ത് ചോദിക്കുന്നു, നീ ആരാണെന്ന്. അപ്പോൾ താടക പറയുന്നുണ്ട്, ഞാനൊരു വേതാളമാണ്, ഞാൻ ചോര കുടിച്ചാണ് ജീവിക്കുന്നതെന്ന്. ആലോക് ചോദിക്കും, നീ മനുഷ്യരുടെ ചോരയും കുടിക്കാറുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറയും, ഞങ്ങൾ കുടിക്കുമായിരുന്നു, പക്ഷെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തും കൊല്ലുന്നത് കണ്ടും ഞങ്ങൾക്ക് മനുഷ്യനോട് തന്നെ ഒരു അറപ്പ് തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ നീചവർഗത്തിന്റെ ചോര കുടിക്കില്ലെന്ന് ഞങ്ങൾ തലമുറകൾക്ക് മുമ്പേ എടുത്ത ശബ്ദമാണ്. അങ്ങനെ ഞങ്ങൾ മനുഷ്യന്റെ ചോര കുടിക്കുന്നത് നിർത്തിയതാണെന്ന് താടക ആലോകിനോട് പറയുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ രക്ഷാസനൻ അന്നെന്റെ ചോര കുടിക്കാൻ ശ്രമിച്ചതോ എന്ന് ആലോക് ചോദിക്കുമ്പോൾ, അയാൾ 100 വർഷം മുമ്പ് തന്നെ നിയമം തെറ്റിച്ച ആളാണ്. അയാൾ മനുഷ്യന്റെ രക്തം കുടിച്ചു. അതുകൊണ്ട് തന്നെ അയാളെ തടവറയിലാക്കി ഇട്ടിരിക്കുകയാണ്. 1947 അയാളെ തടവറയിലാക്കിയത്. അന്നും എന്റെ രൂപം ഇങ്ങനെ തന്നെയായിരുന്നു. ഇന്നും അതിനൊരു മാറ്റവുമില്ല എന്ന് ആലോകിനോട് പറയുന്നു. ഇനി പുതിയതായി ഒരാൾ മനുഷ്യനെ ചോര കുടിച്ചു കഴിഞ്ഞാൽ അയാളെ ആ തടവറയിലേക്കാക്കും. അന്നു മാത്രമേ രക്ഷാസനന് ആ ഗുഹയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ എന്ന് താടക പറയും. ഈ ടൈമിൽ പുറത്താരോ കുട്ടുന്ന കേട്ട് അവർ ചെല്ലുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ വന്നിരിക്കുകയാണ്. അയാൾ താടകയും ആലോകിനെയും കാണാൻ വന്നിരിക്കുകയാണ്. അവരിപ്പോൾ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നില്ലേ, സോ അതിനെപ്പറ്റി അന്വേഷിക്കാൻ താടകയുടെ അടുത്ത് പ്രൈവറ്റായി സംസാരിക്കണമെന്ന് ആലോകിന്റെ അടുത്ത് പറയും. അങ്ങനെ താടകയും കൊണ്ട് ആ പോലീസുകാരൻ ഒരു മുറിയിലേക്ക് ചെല്ലുകയാണ്. അയാൾ വാതിലടച്ചിട്ട് കഴിഞ്ഞ് വേതാളത്തിന്റെ രൂപത്തിലേക്ക് വരുന്നു. അപ്പോൾ താടകയും ആ രൂപം സ്വീകരിക്കുന്നു. അയാൾ പറയുകയാണ്, ഞാൻ മനുഷ്യർക്കും വേതാളങ്ങൾക്കും ഇടയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ പ്രശ്നങ്ങളും അറ്റാക്കും ഒന്നും ഉണ്ടാകാതെ സൂക്ഷിച്ചാണ് ഞാൻ ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ നീ ഇന്ന് ആ പയ്യന്മാരെ എല്ലാം കൊന്നത് പ്രശ്നമായിട്ടുണ്ട്. അത് ആലോകിന്റെ ജീവനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോകുന്നതാണ് ആലോകിനും ബാക്കി എല്ലാവർക്കും നല്ലതെന്ന് പറയും. അപ്പോഴാണ് താടകയ്ക്ക് മനസ്സിലാവുന്നത് അവൾ അടിച്ചിട്ട പയ്യന്മാർ ഒക്കെ മരിച്ചിരുന്നെന്ന്. ശരിക്കും അത് രക്ഷാസന്റെ അനുയായികളാണ് അവരെ എല്ലാം കൊന്നത്, താടക ആയിരുന്നില്ല. അവൾ അവരെ അടിച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ആലോകിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് പോകണമെന്ന് പോലീസുകാരൻ താടകയുടെ അടുത്ത് പറയും. പോലീസുകാരൻ പോയി കഴിഞ്ഞിട്ട് താടക ആലോകിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല, ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയും. ആലോകിന് ഇത് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമാവുന്നുണ്ട്. പക്ഷെ അവൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ അവളെ ബസ് കയറാനായി അവൻ കൊണ്ട് വിടുകയാണ്. ആലോകിന് താടകയെ വിട്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുണ്ടായി. അവൻ അവന്റെ കാറിൽ ആ ബസ്സിന്റെ പുറകെ ഫോളോ ചെയ്യുന്നുണ്ട്. നീ പോവരുത്, തിരിച്ചു വാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിൽ താടക ആലോകിനെ നോക്കുമ്പോൾ അവൻ കരഞ്ഞ് അവളെ തിരികെ വിളിക്കുകയാണ്. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ആലോകിന്റെ കാറ് ഒരു വലിയ ആക്സിഡന്റ് ആകുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആലോകിന്റെ ശരീരം പുറത്തെടുത്തിട്ട് അവന്റെ ജീവൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ അപ്പോഴേക്കും മരണപ്പെട്ടു പോയിരുന്നു. അവന്റെ ഹൃദയമെടുപ്പ് നിന്നിരുന്നു. അവിടെ താടക അലറി കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് താടക ആലോകിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. അവനെ ICUയിലാക്കിയിട്ട് അവൻ്റെ വീട്ടുകാരും താടകയും എല്ലാം പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ടൈമിൽ അവനെ ചെക്ക് ചെയ്ത് വന്ന ഡോക്ടേഴ്സ് അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആലോക് മരണപ്പെട്ടു എന്ന്. ഇത് കേട്ട് അവൻ്റെ പേരൻസ് തകർന്നു പോവുകയാണ്. പെട്ടെന്ന് ആലോകിനെ കാണിക്കുന്നുണ്ട്. അവനുള്ളിൽ എന്തൊക്കെയോ ചേഞ്ച് വന്നു. അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ അവൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങിയിരുന്നു. അവൻ നേരെ പോയത് ബ്ലഡ് ബാങ്കിലേക്കാണ്. അവൻ്റെ അച്ഛൻ അവനറിയാതെ അവനെ ഫോളോ ചെയ്ത് ചെല്ലുന്നു. അയാൾ അവിടെ പോയിട്ട് ചോരയെടുത്ത് കുടിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ആലോകിൻ്റെ അച്ഛൻ പേടിച്ചു പോവുകയാണ്. അവൻ്റെ പല്ലുകളും പുറത്തേക്ക് വരുന്നത് കാണും. അയാൾ അപ്പോൾ തന്നെ അവിടെ തലകറങ്ങി വീഴുകയാണ്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മരിച്ചു എന്ന് കരുതി താടക അവനെ കടിച്ച് ഒരു വേതാളമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവനിപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്, മനുഷ്യനായിട്ടല്ലെങ്കിൽ കൂടെ ഒരു വേതാളമായിട്ട്. അടുത്ത ദിവസം ആലോകിൻ്റെ അച്ഛൻ ബോധമുണരുമ്പോൾ അയാളുടെ വീട്ടിലാണ്. അയാളുടെ വൈഫ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തോ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണതാണെന്നൊക്കെ. അപ്പോഴും അയാൾക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആലോക് അടുത്ത ദിവസം തന്റെ വീട്ടിൽ ഉറക്കമുണർന്നപ്പോൾ അവന്റെ ഉള്ളിൽ നടക്കുന്ന ചേഞ്ചുകൾ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവന് ഹൃദയമിടിപ്പില്ല. അവന്റെ ദേഹത്ത് എന്തൊക്കെയോ ഒരു ശക്തി വന്നതുപോലെ വരുന്നു. ആ ടൈമിൽ ആലോക് താടകയെടുത്ത് ചോദിക്കുമ്പോൾ അവൾ സത്യങ്ങളെല്ലാം പറയുന്നു. നീ മരിച്ചു പോയിരുന്നു, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു വേതാളമാക്കിയെന്ന് താടക ആലോകിന്റെ അടുത്ത് പറയുന്നു. ഇതാദ്യം നമ്മുടെ ആലോകിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ ദംഷ്ട്രകളും അവന്റെ ആ ഒരു ശക്തിയും അവന് പറ്റാത്തൊരു കപ്പാസിറ്റി അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ്
അവിടെ നിന്ന് പോകുന്നു. ബോധം വന്നപ്പോഴാണ് ആലോക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവൻ വളരെ വിഷമനായി വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് താടക എന്ത് ചെയ്യുന്നു. ആ ടൈമിൽ ആലോക് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നിന്നെ രക്ഷിച്ചത് അവളാണ്. ഒരു നിയമങ്ങളും നോക്കാതാണ് അവൾ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തത്. അതുകൊണ്ട് അവളെ രക്ഷിക്കേണ്ട കടമ നിനക്കാണെന്ന് പറഞ്ഞിട്ട് ആലോകിൻ്റെ അച്ഛൻ അവനെ താടകയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ആലോക് കാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ താടകയെ അവർ ബന്ദിയാക്കിയിരുന്നു. അതുപോലെ തന്നെ രക്ഷാസനെ അവർ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ആലോക് പറയുന്നുണ്ട് ഞാനൊരു കോംപ്രമൈസിന് വേണ്ടി വന്നതാണ്. നിങ്ങൾക്കിവിടെ തടവിലാക്കാം, പക്ഷെ അത് 1 മാസത്തിൽ കൂടുതൽ ആവരുത്. നമ്മൾ അതിനുവേണ്ടി തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. രക്ഷാസൻ ഇത് സമ്മതിക്കില്ല. അങ്ങനെ ഇവർ തമ്മിൽ നല്ല യുദ്ധം നടക്കുന്നു. ആ ടൈമിൽ രക്ഷാസൻ ആലോകിനെ എടുത്ത് എറിയുന്നുണ്ട്. താടകയ്ക്ക് അവളുടെ കൈ ബന്ദിയാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാനായി സാധിക്കുന്നില്ല. രക്ഷാസനൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കിയ അവിടുത്തെ തലവൻ താടകയുടെ കയ്യിലെ ബന്ധനം മാറ്റിക്കൊടുക്കുകയാണ്. അങ്ങനെ താടകയും ആലോകും ചേർന്ന് രക്ഷാസനെതിരെ പൊരുതുന്നുണ്ട്. പക്ഷേ രക്ഷാസന്റെ ശക്തിക്ക് മുന്നിൽ ഇവർക്ക് രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല രക്ഷാസനൻ ആലോകിന്റെ കഴുത്തിൽ കടിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ആലോക് മരിച്ചു പോകുന്നു. ഇത് കണ്ട് താടക പൊട്ടിക്കരയുന്നുണ്ട്. അവളുടെ കരച്ചിൽ കേട്ട് ചുറ്റുമുള്ള ഈ സിനിമ അവസാനിക്കുന്നത്. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും എൻ്റെ അവതരണം എങ്ങനെ ഉണ്ടായിരുന്നെന്നും കമൻറ്റ് ഇടാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.